കണ്ണ് മാത്രമല്ലാണ്ട് പിന്നെ അങ്ങനെ നയൻതാരയുടെ ഇത് എങ്ങനെ അറിയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കോവിഡിന്റെ മുന്നേ ആയിട്ട് ഒരു വീഡിയോ അതേപോലെ യൂട്യൂബിലൊക്കെ നോക്കണ സമയത്താണ് കണ്ണൻ രാജമാണിക്യൻ സാർ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് മോഡലിനെ വെച്ചിട്ട് നയൻതാരയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ അതുപോലെ ഭയങ്കര അത്ഭുതം പോലെ തോന്നി. അപ്പൊ അങ്ങനെ അത് ചെയ്ത് കണ്ടപ്പോൾ ആ സമയത്താണെങ്കിൽ ഇങ്ങനെ മേക്കപ്പിനോട് ഭയങ്കര ക്രേസും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല നമ്മള്. അപ്പൊ മുന്നേ യു കെയിലായിരുന്നതുകൊണ്ട് കയ്യിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഐബ്രോസ് ട്രാൻസ്ഫോം ആവണതും അതുപോലെ നോസ് കോണ്ടോറിങ് ചെയ്തിട്ടൊക്കെ ട്രാൻസ്ഫോം ആവണതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തപ്പോ കുറച്ചൊക്കെ ഒന്ന് വരണ പോലെ തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നേരിട്ട് കാണിച്ചെടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു എല്ലാവർക്കും. അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു ഇത് ആരാന്ന് മനസ്സിലായെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നയൻതാരയുടെ ഫേസ് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. പിന്നെ ഇപ്പൊ അതിനുശേഷം ഒരു 2 years കഴിഞ്ഞപ്പോ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോ ഈ ഒരു കോണ്ടന്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു 2-3 വട്ടമൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഞാൻ നയൻതാരയുടെയാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. അത് ഇൻസ്പയർഡ് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് അങ്ങനെ ചെയ്തു. അത് കുഴപ്പമില്ലാണ്ട് വ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരടി പൂർണിമ ഇന്ദ്രജിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ സാധാ ആൾക്കാർ ഇങ്ങനെ മേക്കപ്പ് പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. ആഗ്രഹമുണ്ട്. അത് ആക്ച്വലി നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ഇതാണ് കേട്ടോ. കാരണം ആളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നമ്മള് പ്രോപ്പറായിട്ട് അത് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചേ. അപ്പൊ ഇനിയിപ്പോ അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? പിന്നെ നന്നായിട്ട് ആഗ്രഹമുണ്ട്. ഇനി അതിന് സമയമെടുത്ത് ചെയ്യണം. പക്ഷെ ഇപ്പൊ തന്നെ അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട്. അത് എന്താ പറയാ, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പോലത്തെ അല്ലേ കൂടുതൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനിങ്ങനെ അതിൻ്റെതായ രീതിയിലൊന്നും അങ്ങനെ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അപ്പൊ ഈ മേക്കപ്പിനോടുള്ള ക്രേസ് എങ്ങനെയാ? ലൈക്ക് ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇഷ്ടം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? അത് എന്താ പറയാ, വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഐ ഷാഡോസ് ഒക്കെ ഞാൻ പെയിന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രൊഫഷണലി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പോർട്രേറ്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മേക്കപ്പ് ഈ കണ്ണിന്റെ ആർട്ടുകളൊക്കെ ഞാൻ കാണും. അതിലിങ്ങനെ സീനറീസ് വരയ്ക്കണതും അതിൽ ഫേസിൽ തന്നെ ഇതേപോലെ ഇല്യൂഷൻ ആർട്ടൊക്കെ പോലെയില്ലേ, ഫേസിൽ തന്നെ പല രൂപങ്ങൾ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇല്യൂഷൻ ആർട്സ് ഒക്കെ പോലെ. അപ്പൊ അതൊക്കെ പെയിന്റ് ചെയ്യണതും അതുപോലെ കാലൊക്കെ ഒരു കോണ് പോലെ ആക്കുക, അതുപോലെ സ്ലൈസസ് ബ്രെഡ് സ്ലൈസസ് ഒക്കെ പറഞ്ഞിട്ട് മിമിൾ ആർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മേക്കപ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ മേക്കപ്പ് വീഡിയോസ് പിന്നെ അങ്ങനെ റെക്കമെൻഡേഷൻ ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ കാണും. അപ്പൊ ഐ ഷേഡ് ഓടുന്നതും അതുപോലെ കോണ്ടോർ ചെയ്യണം. പിന്നെ അവിടെ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്.